കാണുന്ന സ്വപ്നങ്ങളുടെ വലിപ്പമല്ല നിങ്ങളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നത്. അത് സഫലമാകുവാൻ വേണ്ടി നിങ്ങൾ എന്ത് പദ്ധതിയാണ് മെനയുന്നത് എന്നതനുസരിച്ചാണ് നിങ്ങളുടെ വിജയവും പ്രശസ്തിയും നിർണയിക്കപ്പെടുന്നത്. തൻ്റെ സാഹചര്യങ്ങളെയും തൻ്റെ കഴിവിനെയും കുറിച്ച് യാതൊരു വിവേകവുമില്ലാതെ സ്വപ്നങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ മൂഢന്മാരാണ്. വലിയ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ വലിയതെന്തോ നേടിയെടുക്കാമെന്ന മിഥ്യാബോധം അവരെ വേട്ടയാടുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലല്ല, വലിയ പ്രയത്നങ്ങൾ ചെയ്യുവാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടായിരിക്കണമെന്നതിലാണ് കാര്യം. സ്വപ്നങ്ങൾ കാണുവാൻ ആർക്കും സാധിക്കും. എന്നാൽ കൃത്യമായ സ്വപ്നങ്ങൾ കാണുകയും അവ നേടിയെടുക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ ഇച്ഛാശക്തിയുള്ള വ്യക്തികൾ. ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതിൻ്റെ മൂലമന്ത്രം എന്തെന്നാൽ ശക്തമായ ഒരാഗ്രഹം ജനിപ്പിക്കുക. അത് നേടിയെടുക്കുവാൻ വേണ്ടി ഏതു രീതിയിലാണ് മുൻപോട്ട് പോകേണ്ടത് എന്ന് വ്യക്തമായി ചിന്തിക്കുക. അതിനുശേഷം കൃത്യമായ പദ്ധതികളോടുകൂടി നടപടികളിലേക്കിറങ്ങുക. നടപടിയെടുക്കുവാൻ സാധിക്കാത്ത ഒരു സ്വപ്നവും നിങ്ങൾ കാണാതിരിക്കുക. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളുടെ മനസ്സ് തളരാതെ കാത്തു സൂക്ഷിക്കുക എന്നത്. നിങ്ങളുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിലേക്ക് കൈപിടിച്ചെത്തിക്കാൻ ആരും നിങ്ങളെ സഹായിക്കുന്നതല്ല. ഞാനൊരു സ്വപ്നം കാണുകയും അത് നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പാതകളെല്ലാം പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക. മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വപ്നങ്ങൾ കാണുവാൻ പോലും അർഹതയുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചുകൊണ്ടാണോ നിങ്ങളുടെ വിജയം നേടിയെടുക്കുന്നത്, അത്രമാത്രം നിങ്ങളുടെ വിജയത്തിന് മാധുര്യവും ഏറും.